കുഞ്ഞാലി സാഹിബ് ഇപ്പോൾ നമുക്ക് ചേരുകയാണ്. വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. എന്താണ് ഇപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത്? അല്ല, ഇപ്പോൾ തങ്ങൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പേര്. മന്ത്രിസഭ പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യട്ടെ, ഞങ്ങളൊരു ക്യാബിനറ്റ് യോഗം ചേരട്ടെ. പ്രയോറിറ്റി അറിയാലോ, കേരളത്തിൻ്റെ പ്രയോറിറ്റിയിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആദ്യം ചെയ്യാൻ പോകണമെന്നുള്ളത് ചീഫ് മിനിസ്റ്റർ പറയും. ഇപ്പോൾ 5 മന്ത്രിമാരെ കിട്ടിയിരിക്കുന്നു. അർഹമായൊരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടായെന്നൊരു ആത്മവിശ്വാസം സംതൃപ്തിയും കൂടി ഉണ്ടല്ലോ. അല്ല, അതുണ്ട്. ജയിക്കുമ്പോൾ സംതൃപ്തിയുണ്ട്. മന്ത്രിസഭയിൽ പിന്നെ മന്ത്രിമാരൊക്കെ ആവുമ്പോൾ അതിന് സംതൃപ്തിയുണ്ട്. ജോലി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സംതൃപ്തി ഉണ്ടാവും. ഒരു ടേം വ്യവസ്ഥയൊക്കെ വന്ന് പ്രതിഷേധം കണക്കിലെടുത്താണ്. അല്ല, അത് കോഴിക്കോട് ജില്ലക്ക് ഒരുപാട് പിന്നെ UDF MLA മാരുണ്ട്. അവർക്ക് ഒരു പിന്നെ പരിഗണന കൊടുക്കണം എന്നുള്ള നിലക്കാണ് ടേം. അപ്പോൾ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ട്. കോഴിക്കോടിന് ഒരു പ്രാതിനിധ്യം കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. പാർട്ടി തീരുമാനമാണ്, അത് ഞങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. വളരെ സന്തോഷം. ടേം വ്യവസ്ഥയിലാണെങ്കിൽ പോലും എല്ലാ പരിഗണനകളും വെച്ച് വരുമ്പോൾ അവസാനം കോഴിക്കോടിന് നല്ല പരിഗണന കിട്ടിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. വളരെ സന്തോഷം. മുനീർ സാഹിബിന് ഒരു ക്യാബിനറ്റ് റാങ്കുള്ള പദവി കൂടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടി പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ടേം വ്യവസ്ഥയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ നേതാക്കന്മാർ വിശദീകരിക്കുന്നത്. അതൊരു പ്രതിഷേധം കണക്കിലെടുത്തല്ല, അർഹമായ പ്രാതിനിധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്.